പറഞ്ഞില്ലെന്നേ അത് അവര് ആ ചില വീഡിയോ ഫുള്ളായിട്ട് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സമയം വന്നു പോലീസ് വരെ പോലീസ് വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരുടെ കൂടെ തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അന്നേരം ഒന്നും ടോയ്ലറ്റിൽ പോകാൻ പറഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ് ഒന്ന് തിരിച്ചു വെക്കട്ടെ. ഇൻട്രോ ആണ് കേട്ടോ, ഇൻട്രോ. ഈ ഗ്ലാസ് പൊട്ടിക്കാന്ന് പറയും. ഒന്നും കൂടെ ഒന്ന് തിരിച്ചു വെച്ചോട്ടെ. ഓക്കെ. എന്നൊരു വലിയ ലാഘവത്തിൽ അതൊരു വലിയൊരു സംഭവം ആയിട്ട് തോന്നുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത്രയും വലിയൊരു ഇതിൽ ചെയ്തതല്ല. ആ ഒരു സമയത്ത് നമ്മൾ പാനിക്കായി, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടാതായി. ഒന്നാമത് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യായിരുന്നു ആ സമയം. ഓ മൈ ഗോഡ്. ഇപ്പൊ സോഷ്യൽ മീഡിയ കൂടുതലും നോക്കിക്കൊണ്ടിരിക്കുന്ന ചേച്ചിയുടെ ഒരു ബാഗ് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫോട്ടോസ് നോടും. പോയി വന്നേ എനിക്ക് എന്തൊരു കഷ്ടമാണെന്ന് പറ. അയ്യോ ഒരു ബാഗ് കണ്ട. ഒരു ബാഗ് എൻ്റെ പൊന്നെ ഏകദേശം ഒരു 1,00,000 രൂപയുടെ അടുത്തോളം വരുന്നൊരു ബാഗാണ് ചേച്ചിരിക്കുന്നത്. എല്ലാവരും അതിൻ്റെ വില തിരക്കിയാണ് പോയത് സോഷ്യൽ മീഡിയയിൽ. ഓക്കെ, ഇനി കാര്യത്തിലോട്ട് നമുക്ക് കിടക്കാം. രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ചേച്ചിക്ക് ടോയ്ലറ്റിൽ പോകണമായിരുന്നു. ആ കാര്യം ബസ് കണ്ടക്ടറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ചേച്ചി പറയുന്നത്. ഡ്രൈവറിനോടും പറഞ്ഞു. പക്ഷെ അത് അവർ എന്താ പറയണ്ട, അത് അവർ കേൾക്കാതെ വണ്ടി ഓടിച്ചു പോയതാണ് ചേച്ചിക്ക് ഇത്രയും പ്രശ്നമായത്. ചേച്ചി അതെല്ലാം തല്ലിപ്പൊളിച്ചെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം. ചേച്ചി ബസ്സിൽ കാണിച്ചതും പിന്നെ അത് മാത്രമല്ല വീട്ടിൽ ചെന്ന് ചേച്ചിയുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുത്ത സമയത്ത് ചേച്ചി പറഞ്ഞതും പിന്നെ ബസ്സിലെ കണ്ടക്ടർമാർ സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ വിശദമായിട്ട് അതൊന്ന് കേൾക്കണം. വേറെ ഒന്നുമല്ല, അവർ പറയുന്നതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ വെച്ച് തരാം ഞാൻ. ഈ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ടോയ്ലറ്റിൽ പോകണമെന്നല്ലേ പറഞ്ഞു. ഇവർ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കൂസലും ഇല്ലാതെ വഴക്കുണ്ടാക്കിയിട്ടാണ് ഈ പറയുന്ന പോലീസിനോട് കയറിപ്പോയത്. അഥവാ ടോയ്ലറ്റിൽ പോകണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അവർക്ക് നേരെ ടോയ്ലറ്റിൽ പോയിട്ട് ആവാമായിരുന്നല്ലോ. വേറെ എന്തോ കാര്യത്തിന് വേണ്ടി പുള്ളി നിർത്തി പിടിച്ച് ആ സംഭവം അത് അവിടെ നടന്നില്ല ബസ്സിൽ വെച്ച്. അതിനാണ് അവർ ഈ കാണിച്ച് കൂട്ടിയ തോന്നിയവാസം. അപ്പോൾ എന്തായിരിക്കും ചേച്ചി അവിടെ കാണാൻ പോയത്? ഇനി വേറെ ആരെങ്കിലും കാണാൻ പോയതാണെന്നൊന്നും നമുക്ക് അറിയത്തൊന്നുമില്ല. പക്ഷേ ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് പച്ചക്കള്ളമാണ്. അതിൻ്റെ തെളിവ് സഹിതം നമുക്ക് വീഡിയോയിൽ സംസാരിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോയും കൂടെ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വ്യക്തിനെ കുറിച്ച് തോന്നുന്നത് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും കൂടെ ചെയ്യുക. അപ്പോൾ നമ്മൾ ലൈക്ക് അടിച്ച് വീഡിയോ കാണാൻ പോവുകയാണ്. ഓക്കെ, ഇനി ചേച്ചിയുടെ പെർഫോമൻസ്. Okay, just number 1. വീഡിയോ ഒക്കെ എടുത്ത് ചോദിച്ചിട്ടൊന്നും മിണ്ടാട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ ചേച്ചിയുടെ സംസാരമൊക്കെ കേട്ടില്ലേ? ഇവിടെ എവിടെയോ അവൾ പറയുന്നത് കേട്ടിട്ടില്ല. എനിക്ക് ടോയ്ലറ്റിൽ പോകണം, നിങ്ങൾ ഇവിടെ വണ്ടി നിർത്തുക എന്നുള്ള ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ KSRTCയുടെ അടുത്ത് നമുക്ക് ചേട്ടാ എനിക്ക് ടോയ്ലറ്റിൽ പോയാൽ പറ്റും അർജന്റാ എന്ന് പറയുവാണെങ്കിൽ അവർ സ്റ്റോപ്പ് ചെയ്യും. അതൊരു റൂളാണ്, അവർ സ്റ്റോപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന് പറയുവാണെങ്കിൽ ഇവർക്ക് എന്തോ ഒരു അത്യാവശ്യ കാര്യങ്ങൾ ആ സ്പോട്ടിലെങ്ങാണ്ട് ഉണ്ടായിരുന്നു. അതിന് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റാത്തതിൻ്റെയാണ് ഈ ക്രിമിനൽ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ചേച്ചി പെർഫോമൻസ് തുടങ്ങട്ടെ. അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയാണ്. ഓക്കെ പറ. Twinkle twinkle little star. English. How I wonder what you want. Okay. ഇവിടെ മലയാളികളോട് മലയാളത്തിൽ പറഞ്ഞിട്ട് അവർ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, പിന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് അമ്മയ്ക്ക് പേറ്റ് നോക്കും. അപ്പോഴവിടെ IPL നിർത്തലെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഇറക്കിയിട്ട് പുള്ളി സ്മൂത്ത് ആയിട്ട് അങ്ങ് പോവാ. ഓൾറെഡി ഈ ബസ് പറ. തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. കൊള്ളാലോ. ഇപ്പൊ ഇവിടെ ഈ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഏത് രീതിയിലാണ്. കുറച്ചു നേരം വന്നിട്ട് വെറും പക്വതയോടെ എനിക്ക് അത്യാവശ്യമായിരുന്നു എൻ്റെ പൊന്നു മോളെ. സത്യം പറയില്ല, ഇതുപോലുള്ള കുറെ ആൾക്കാരുണ്ട്. ഇത് എന്താ പറയണ്ടേ, ഷിംജിതേക്കാളും ഷിംജിത സോറി ഷിംജിത അത് വേറെ ഒരു ഇതാണ്. സോറി, ഞാൻ അത് വെച്ച് കമ്പയർ ചെയ്യുന്നില്ല.
വണ്ടിയുടെ ഗ്ലാസ് അടിച്ചുകൊണ്ട് ഞാൻ ആ എന്തായാലും ഇതുപോലത്തെ ഒന്നേ ഉള്ളോ ഈശ്വര, ഇനി ഇത് കൂടുതൽ വല്ല ഉണ്ടോ? എന്തായാലും ചേച്ചിയുടെ എക്സ്പ്ലനേഷൻ ഒക്കെ ഒന്ന് കേട്ട് നോക്കാം നമുക്ക്. ഓക്കെ, എന്തായാലും നമിച്ചിരിക്കുന്നു ചേച്ചി, നമിച്ചിരിക്കുന്നു. ഓക്കെ, അയ്യോ ബാ. ഈ ഗ്ലാസ് പൊട്ടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ലാഘവത്തിൽ അതൊരു വലിയൊരു സംഭവം ആയിട്ട് തോന്നുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത്രയും വലിയൊരു ഇതിൽ ചെയ്തതല്ല. ആ ഒരു സമയത്ത് നമ്മൾ പാനിക്കായി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടാതായി. ഒന്നാമത് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യായിരുന്നു. ആ സമയത്ത് ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിൽ സംഭവിച്ചു പോയതാണ്. അതെന്താ ചേച്ചി ഒറ്റയ്ക്ക് യാത്ര ചെയ്യും അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ? അറിയാൻ പറ്റുന്ന ചോദിക്കുകയാണ് ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഇത് പറയാൻ വേണ്ടി. ഓക്കെ, പറ. പിന്നീട് ബസ് നേരെ പോകുന്ന അങ്ങോട്ട് താങ്കൾ ഒരു 28,000 രൂപ ഫൈൻ അടച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ആ ദൃശ്യങ്ങൾക്ക് ശേഷം തുറന്നുണ്ടായ നടപടികൾ എന്തൊക്കെയായിരുന്നു? ബസ്സിന് പിന്നീടുള്ള സ്റ്റോപ്പ് കോഴിക്കോടാണല്ലോ. അതെ, ബസ് സ്റ്റാൻഡിൽ പോയി, KSRTC സ്റ്റാൻഡിൽ പോയി. അവിടേക്ക് പോലീസ് വന്നു. പോലീസ് നമ്മളെ കളക്ട് ചെയ്തിട്ട് നടക്കാൻ സ്റ്റേഷനിൽ പോയി. ഓക്കെ, ടോയ്ലറ്റിൽ പോകണം അത്യാവശ്യമായിട്ടുള്ളൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ അവർ പോലീസ് സ്റ്റേഷനിലോട്ട് അല്ലായിരുന്നല്ലോ പോകണ്ടേ, അത് അവരോട് പറഞ്ഞാൽ മതിയായിരുന്നു. അത് കണ്ടിരുന്ന ആൾക്കാർ വോയിസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ വെച്ച് തരാം. ആ കണ്ടക്ടർമാരുടെ വോയിസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. ഇവർക്ക് അങ്ങ് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു കാര്യം അവരോട് പറഞ്ഞായിരുന്നെങ്കിൽ അവരെ സാധിച്ചു തന്നേനെ. അവരെല്ലാം സാധിക്കേണ്ട ഉദ്ദേശം അത് അവരുടെയാണ്, അവരെ ഇറക്കി വിട്ടേനെ. ഇത് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പുള്ളിയുടേതായിട്ടൊരു വാശി. ഈ ചില ആൾക്കാരൊക്കെ ഉണ്ട്, ആ സ്റ്റോപ്പ് നിർത്തിയില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും പറയാം, നിർത്തിക്കാം എന്നുള്ള രീതി സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ അവസാനം വന്നു കഴിയുമ്പോൾ അറിയാലോ, വിക്ടിം കാർഡ് ഇറക്കുന്ന കുറേ ടീംസ് ഉണ്ട്. ആ ഗണത്തിൽ വേണമെങ്കിൽ പെടുത്താം. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇവർ ഫേക്കായിട്ട്, ഞാൻ ഇൻസ്റ്റയിൽ ഞാനിപ്പോൾ വെക്കുന്ന 1 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണെങ്കിൽ പോലും ഒരുപാട് വീഡിയോസുകളും കാര്യങ്ങളും ഉണ്ട്. ഞാനിപ്പോൾ ആ ഒരു വീഡിയോ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 10-15 മിനിറ്റും ഒക്കെ പോവും, വീഡിയോയിൽ എന്ത് പോകും. അതുകൊണ്ട് ഞാനത് വെക്കുന്നില്ല. എന്തായാലും നിങ്ങൾ കേൾക്ക്. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്കൊരു 20 മിനിറ്റ് ഇരുന്ന് സംസാരിക്കാൻ ഫുൾ കള്ളങ്ങൾ നമുക്ക് വലിച്ചു കയറാൻ മാത്രമായിട്ടുള്ള സാധനങ്ങളുണ്ട്. എന്നാലും ഇപ്പോൾ ഇവർ ഈ വന്ന് പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളം. അതിന്റെ ശേഷം സ്റ്റേഷൻ പരിധി മാറിയതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയി. അവിടുന്ന് സംഭവം സോൾവ് ആക്കിയിട്ട് ഫൈൻ അടച്ചു. എന്തിനൊക്കെയുള്ള ഫൈൻ അടച്ചു? എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുന്നത്? അവർക്ക് ഈ ട്രിപ്പ് മുടങ്ങിയതിനും അതുപോലെ നമ്മൾ ഈ ഗ്ലാസ് ബ്രേക്ക് പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ളൊരു കുറ്റത്തിന്റെ ആ ഒരു ഫെയർ എമൗണ്ട് നമ്മൾ പേയ്മെന്റ് ചെയ്തു. അങ്ങനെ സംസാരിച്ച് അവരുടെ അടുത്ത് അപ്പോളജിയും പറഞ്ഞ് രണ്ടുപേരുടെയും വിഷയം ക്ലോസ് ചെയ്തതായിരുന്നു. അവരും പരാതിയില്ലെന്ന് ഉള്ള രീതിയിൽ ക്ലോസ് ചെയ്തതായിരുന്നു. അതിന്റെ ശേഷം ഇന്നലെയാണ് ഈ വീഡിയോ എല്ലായിടത്തും എത്തുന്ന സമയത്ത് ഞാനാണ് എന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് എല്ലാ സമൂഹത്തിലുള്ള ആൾക്കാരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞില്ലെങ്കിലുള്ള അതിശയം. ഇതിപ്പോൾ സോൾവ് ചെയ്ത പ്രോബ്ലമാണ്. ഇപ്പം സോഷ്യൽ മീഡിയ മൊത്തം ഈ ഒരു വീഡിയോസും കാര്യങ്ങളും വൈറലായതായിരിക്കാം ചേച്ചിക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടായത്. നമ്മളിപ്പോൾ ഒരു കാര്യം പറയാം, ചില കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ പെണ്ണാണെന്നുള്ള ബലത്തിൽ എന്തും തോന്നിയാസം കാണിക്കാനാവരുത്, മനസ്സിലാക്കുക. പ്രത്യേകിച്ച് KSRTC പോലുള്ള കാര്യങ്ങളിലൊക്കെ. ഇപ്പം ബസ്സിലും ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേച്ചി. തൂക്കിയെടുത്താൽ അങ്ങ് 28 അല്ല, ചിലപ്പോൾ 50 നിൽക്കത്തില്ല. ഓക്കെ, എന്നാലും ഒരു വോയിസ് ഞാൻ നിങ്ങൾക്ക് വെച്ചുതരാം. അതും കൂടെ ഒന്ന് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. ഇപ്പൊ ഒരു സമയം വന്നു പോലീസ് വരാം. പോലീസ് വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരുടെ കൂടെ തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അന്നേരം ഒന്നും ഇവര് ടോയ്ലറ്റിൽ പോകാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു ടോയ്ലറ്റിൽ പോകണമെന്നൊരു ആവശ്യമുള്ളെങ്കിൽ വന്ന് അവിടെ ഇറങ്ങി അന്നേരം ടോയ്ലറ്റിലോട്ടല്ലേ പോകുള്ളൂ. നിങ്ങൾ എന്നിട്ട് നേരെ കോഴിക്കോട് സ്റ്റാൻഡിലേക്ക് ചെന്നു അല്ലെ? സ്റ്റാൻഡിലോട്ട് ചെന്നു. പോലീസിനെ വിളിച്ച് പറഞ്ഞായിരുന്നു. പോലീസ് അന്നേരം വന്നു. 5 മിനിറ്റ് കഴിഞ്ഞോട്ട് പോലീസ് വന്നു. പിന്നെന്താ സംഭവിച്ചവിടെ? പിന്നെ അവരെ പോലീസ് കയറ്റിക്കൊണ്ട് പോയി. പോലീസ് അവരെ കയറ്റിക്കൊണ്ട് പോയെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം മനസ്സിലായി കാണുമല്ലോ, ഒരു പെണ്ണ് വന്നിട്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയ പറയാം, ഇന്ന പോലാണ് എനിക്ക് ടോയ്ലറ്റ്. പെണ്ണുങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് റീസൺസ് ഉണ്ട് പറയാൻ, ആൾക്കാരെ പറഞ്ഞു ഫലിപ്പിക്കാൻ. പക്ഷെ ഒരു ആണുങ്ങൾക്ക് അങ്ങനെ ഇല്ല. സത്യം ആണുങ്ങളുടെ ഭാഗത്താണെങ്കിൽ പോലും വളച്ചൊടിച്ച് തിരിച്ച് മറിച്ച് കുത്തിയൊടിച്ച് ആണുങ്ങൾ അവർ ഉണ്ണാക്കരാക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോകും. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ ലവ് യു ഓൾ. എന്തായാലും ഇവർ ഇച്ചിരി ഓവറായിപ്പോയി, ശരിക്കും ഓവറായിപ്പോയി. എൻ്റെ പൊന്നു സ്ത്രീകളെ, നേരെ വാ നേരെ പോ, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, ഇതിപ്പോൾ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടോണ്ടാ, അല്ലെങ്കിൽ വേറെ രീതി പോയാനെ. ബൈ, ലവ് യു ഓൾ ഗൈസ്.